നമസ്കാരം, മാധുര മിസ് ആണ് കേട്ടോ. നിങ്ങൾ LSSന്റെ തകർപ്പൻ പഠിത്തത്തിലായിരിക്കും അല്ലേ? യെസ്. അപ്പം ഇനി കുറച്ച് കടങ്കഥകൾ പഠിച്ചാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താണ്? എന്നാൽ വേഗം പോന്നോളൂ കേട്ടോ. എങ്ങോട്ട്? ആതിര മിസ്സിന്റെ ക്ലാസ്സിലേക്ക്. ഓക്കെ, എടാ മക്കളെ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? കടങ്കഥകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് കൂടുതലുള്ള ഒരു ചോദ്യമാണല്ലേ കടങ്കഥകൾ. അപ്പൊ നിങ്ങൾ കടങ്കഥകളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഏത് ടൈപ്പ് കടങ്കഥകൾ വന്നാലും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ റെഡി ആയിരിക്കണം. ഓക്കെ, ഇന്ന് നമ്മൾ ഒരു 10ഓളം ചോദ്യങ്ങൾ, ഒരു കടങ്കഥകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിസ്സോട് ചോദ്യം വായിക്കും, അതേപോലെ തന്നെ ആൻസറും പറയും. നിങ്ങൾ ഇവിടുന്ന് മിസ് ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ പറയാൻ റെഡി ആയിട്ടിരുന്നോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് പോകാം. ഓക്കെ, അടിപ്പാറ, നടുവടി, മീതെ കുട. എന്തായിരിക്കും അതിന്റെ ആൻസർ? എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കടാ. അടിപ്പാറ, അടിഭാഗം പാറയായിട്ട് കിടക്കുന്നുണ്ട്. നടുവടി, നടുവിലോ ഒരു വടിയാണ് കേട്ടോ. മീതെ കുട, മീതെ ഒരു കുടയായിട്ട് കിടക്കുന്നുണ്ട്. എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ നിസാരമായിട്ടുള്ള, വളരെ ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതേപോലെ തന്നെ സിമ്പിൾ ആൻസറും ആണ്. നിങ്ങൾ മിസ് ആൻസർ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര സിമ്പിൾ ആയിരുന്നു ഈ ആൻസർ എന്ന്. യെസ്. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? ചേനയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചേന? ചേന കണ്ടിട്ടുണ്ടോ? നോക്കിയാ, ഇതാണ് കേട്ടോ ചേന. ഇങ്ങനെയാണ് ചേന ഉണ്ടാവുന്നത്. അപ്പം എന്താണ്? ചേന, അടി, പാറ അല്ലെ? നടു കണ്ടോ വടി, അതിന്റെ ആ ഒരു തണ്ടിനെയാണ് പറയുന്നത് വടിന്ന്. മേലെ കണ്ടോ കുട പോലെയാണ് അതിന്റെ ഇല കിടക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചോദ്യം വന്നാല്, അടിപാറ, നടുവടി, മീതെ കുട എന്നുള്ള ചോദ്യം വന്നാൽ കഴിഞ്ഞാല് മനസ്സിലാക്കിക്കോളൂ, അത് ചേനയാണ്. എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പാലുണ്ട് പശുവല്ല, മുള്ളുണ്ട് മുറുക്കല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. പാലുണ്ട്, നമുക്ക് പാല് തരുന്നത് പശുവൊക്കെയാണ് അല്ലേ? അപ്പം പാലുണ്ട്, പക്ഷെ പശു അല്ല എന്നാണ് പറയുന്നത്. മുള്ളുണ്ട്, മുറുക്കല്ല. മുള്ളുണ്ട്, പക്ഷേ മുറുക്ക് എന്നുള്ള ആ ഒരു മരം ഉണ്ടല്ലോ, മുറുക്ക് മരം, മുള്ളുമരം, അതല്ല. അപ്പൊ എന്തായിരിക്കും? മുള്ളുള്ള എന്തൊക്കെയുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്ക്. പാലുണ്ട്, പശുവല്ല, മുള്ളുണ്ട്, മുറുക്കല്ല. യെസ്, ചക്കയാണ് അല്ലേ? പാല് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ? യെസ്, നമ്മൾ ഈ ചക്ക വെട്ടി കഴിഞ്ഞാലേ അതിന്റെ പശ ഉണ്ടല്ലോ വെള്ള കളറില്, അതിനെയാണ് പാല് എന്ന് പറയുന്നത്. പാലുണ്ട്, പക്ഷെ പശുവല്ല, മറിച്ച് എന്താണ്? ചക്കയാണ് അല്ലേ? മുള്ളുണ്ട്, ഇതാ ചക്കയുടെ പുറമേയുള്ള ഈ ഒരു മുള്ളു കുത്തുന്ന ഭാഗം, അതിനെയാണ് മുള്ളുണ്ട്, പക്ഷെ മുരുക്കല്ല, പകരം എന്താണ്? ചക്കയാണ് അല്ലേ? അപ്പൊ മക്കളെ, ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ചക്കയാണ് കേട്ടോ. മക്കളെ, നമ്മൾ അടുത്ത ചോദ്യമാണ് കേട്ടോ. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. അപ്പൊ കറുപ്പും വെളുപ്പും കളറുള്ള, ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ സംഭവങ്ങളുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഈ ഒരു ചോദ്യം ആലോചിച്ച് നോക്ക്. കറുത്ത പാറയ്ക്ക് വെളുത്ത വേര്. യെസ്, ആനയാണ് അല്ലേ? കറുത്ത പാറ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ആനയാണ് അല്ലേ? ആനേനെയാണ് ഉദ്ദേശിക്കുന്നത്. പാറയോളം വെളുപ്പല്ലേ? അതേപോലെ കൊമ്പ്, വേര്, വെളുത്ത വേര് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതിന്റെ 2 കൊമ്പിനെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ചോദ്യം വന്നാൽ എന്താ ആൻസർ പറയേണ്ടത്? യെസ്, ആനയാണ് കേട്ടോ. അടുത്ത ചോദ്യം. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, മിസ്സേ ഇത് എന്ത് കടങ്കഥയത്? ഇതിന്റെ ആൻസർ എന്താണ്? ഇതിന് ഉത്തരണ്ട്. നോക്ക്. അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, കൂട്ടിമുട്ടും തുഞ്ചാണി. എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും? ഒരു എക്സാമ്പിൾ അല്ല, ഒരു എന്താ പറയാ നിങ്ങൾക്ക്, എന്തായിരുന്നു ഒരു ക്ലൂ തരുന്നുണ്ട് മിസ്. എന്താണ്? യെസ്, കൺപീലിയാണ് അല്ലേ? മിസ് കുറെ നേരം ഇങ്ങനെ ആക്കി നിങ്ങൾ പറയുമെന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ? ആൻസർ പറഞ്ഞിട്ടുണ്ടോ കറക്റ്റ് ആയിട്ട്? അപ്പൊ മക്കളെ, കൺപീലിയാണ് കേട്ടോ. അതാ അക്കരെ നിൽക്കും തുഞ്ചാണി, ഇക്കരെ നിൽക്കും തുഞ്ചാണി, 2 കൺപീലികളല്ലേ താഴെയും മേലെയുള്ളത്. കൂട്ടിമുട്ടും, നമ്മള് കണ്ണടയ്ക്കുമ്പോ അത് 2 പരസ്പരം തമ്മിൽ കൂട്ടിമുട്ടൂലേ, അതിനെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? കൺപീലി. അടുത്ത ചോദ്യം. അമ്പാട്ടെ പട്ടിക്ക് മുൻപോട്ട് വാല്.
നമ്മൾ ഈ പട്ടിക്കൊക്കെ വാല് ശരിക്കും എങ്ങോട്ടുണ്ടാവുക? ബാക്കിലേക്കല്ലേ? പക്ഷെ ഇതിന്റെ വാല് മാത്രം എങ്ങനെയാ മുമ്പോട്ടായത്? അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? പട്ടിയല്ലാന്ന് മനസ്സിലായില്ലേ? അമ്പാട്ടപ്പട്ടിക്ക് മുൻപോട്ട് വാല്. യെസ്, ചെരവ. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലേ? പണ്ടൊക്കെ ഇതേപോലെ ചെരവകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ സ്ലാബിലൊക്കെ വെച്ചിട്ട് നമുക്ക് നിന്ന് ചെരവാൻ പറ്റുന്നതും ഇപ്പൊ ഓരോ മെഷീനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പൊ അവൈലബിൾ ആണല്ലേ നമ്മളെ ഇവിടെ. എന്താ പറയാ, ഇങ്ങനത്തെ ഒന്നും ഇപ്പൊ കാണാനില്ല. സത്യം പറഞ്ഞ മിസ്സിന്റെ വീട്ടിൽ ഇങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മിസ് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ എന്താണ്? അമ്പാട്ടപ്പട്ടിക്ക് മുൻപോട്ട് വാല്, ചിരവ. യെസ്. അടുത്ത ചോദ്യം, ഒരു കുപ്പിയിൽ രണ്ടെണ്ണ. ഒരു കുപ്പിയിൽ എങ്ങനെ രണ്ടെണ്ണയാവുക? ഒരു കുപ്പിയിൽ എങ്ങനെ രണ്ടെണ്ണയാവുക? നിങ്ങൾക്കറിയോ അത് എങ്ങനെയാവുക എന്നുള്ളത്? എങ്ങനെയാവുക ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു കുപ്പിയിൽ രണ്ടെണ്ണ. ഒന്നും രണ്ടില്ലേ, രണ്ടെണ്ണയാന്നാ പറയണത്. യെസ്, മുട്ട. എന്താ മുട്ട എന്ന് പറയാനുള്ള കാരണം എന്താണ്? യെസ്, മുട്ടയുടെ വെള്ളയും മഞ്ഞയും. ഒരു കോഴിമുട്ട പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന് മഞ്ഞയും ഉണ്ടാവും, അതേപോലെ തന്നെ അതില് വെള്ളയും ഉണ്ടാവും അല്ലേ? അതാണ് പറയുന്നത് കേട്ടോ. ഒരു കുപ്പിയിൽ രണ്ടെണ്ണ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരെണ്ണ അതൊരെണ്ണ. സെറ്റാണല്ലോ. അങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വീട്ടിലെ കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ. വീട്ടിലെ കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ. ആ ദൈവങ്ങൾ ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിലെ കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ. മിസ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഒരു ക്ലൂ തരാം നിങ്ങൾക്ക്. ഉദാഹരണമില്ല, ഒരു ക്ലൂ തരാം. നിങ്ങൾ പറയാൻ പറ്റുമോ നോക്കോ. എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. എല്ലാ പരിപാടിക്കും ഇത് ഉപയോഗിക്കും. യെസ്, ഉപയോഗിക്കും. പിന്നെന്താ ഉദാഹരണം തരിക? ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് പുകയൊക്കെ വരും. ഇനി ഞാൻ ഉത്തരത്തിലേക്ക് ആവും കടക്ക. ഇനി ക്ലൂ തരൂല കേട്ടോ. അപ്പൊ മിസ് ഡയറക്റ്റ് ആൻസറിലേക്ക് കടക്കാം. അടുപ്പ്. ഇതാ അടുപ്പാണ് കേട്ടോ. കണ്ടോ? മൂന്നത് കണ്ടോ? മനസ്സിലായോ നിങ്ങൾക്ക്? വീട്ടിലെ കോവിൽ, വീട് എന്ന ആ ഒരു കോവിലിൽ മൂന്നുണ്ട് ദൈവങ്ങൾ. അടുപ്പിനെയാണ് ആ ദൈവങ്ങൾ മൂന്നുണ്ട് ദൈവങ്ങൾ എന്നതുകൊണ്ട് അർത്ഥാക്കണത്. പിന്നെന്താണ്? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇന്നാ പിടിച്ചോ. വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിലോടും. വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ ഓടും. ഇതെല്ലാവർക്കും അറിയണ ചോദ്യമാണ് അല്ലേ? ഇതെല്ലാവർക്കും അറിയണ ഒരു കടങ്കഥയാണ്. എന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും? ഉറക്കെ പറഞ്ഞ മിസ് കേൾക്കുന്നില്ല. ഉറക്കെ പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. എന്താണ്? സൈക്കിൾ അല്ലേ? നിങ്ങൾ പകുതി മുക്കാലും കുട്ടികളുടെ കയ്യിൽ ഉണ്ടായിരിക്കും സൈക്കിൾ അല്ലേ? അപ്പൊ സൈക്കിളാണ് നമ്മൾ ഈ ഒരു ഇതുമ്മ ചവിട്ടി. ഇത് എന്താ, പെറ്റലോ എന്തോ ആണ് പറയാ, മിസ്സിന്റെ ഓർമ്മയിൽ അതാണ് കേട്ടോ. അപ്പം അതിലിങ്ങനെ മുന്നിലേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ, അതായത് അത് മുന്നിലേക്ക് ഇങ്ങനെ ചവിട്ടുമ്പോൾ അത് റൗണ്ട് ആവില്ല. നമ്മുടെ കാല് മുന്നിലേക്ക് ആവില്ല ചെയ്യാ. അപ്പൊ അത് റൗണ്ടിൽ ചവിട്ടുമ്പോൾ വണ്ടി മുന്നോട്ടേക്ക് പോവില്ല ചെയ്യാ. അതിനാണ് പറയുന്നത് വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിലോടുന്നത്. എന്താണ്? സൈക്കിളാണ് അല്ലേ? അടുത്തത്, വല വീശും ഞാൻ മുക്കുവനല്ല, നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല. അതാരാ അപ്പോ? വല വീശും ഞാൻ മുക്കുവനല്ല. അത് പിന്നെ ആരാ വല വീശുന്നേ? നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല. നൂല് നൂൽക്കും പക്ഷെ വിൽക്കാറില്ല. അത് പാരായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ശരിക്കും ഉത്തരം കിട്ടിയല്ലോ. നമ്മുടെ ചിലന്തിയാണ് കേട്ടോ. എട്ടുകാലിയാണ് കേട്ടോ. എട്ടുകാലി ഇങ്ങനെ വല ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് നിങ്ങള്. സ്പൈഡർമാൻ ഇങ്ങനെയൊക്കെ വലിക്കണത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ സിനിമയിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ വലിക്കണതൊക്കെ അല്ലേ. പക്ഷെ ഇങ്ങനെ ചിലന്തി വല ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? നല്ല രസമാണ്. അത്രയും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും വീഡിയോസ് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് നോക്കിയാൽ മതി. ഇതേപോലെ ചിലന്തി അതിന് വല നിർമ്മിക്കുന്ന ആ ഒരു രീതിയൊക്കെ ഭയങ്കര രസത്തിലാണ് ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കളെ, അതിന്റെ ഉത്തരം എന്താണ്? നമ്മുടെ സ്പൈഡറാണ് കേട്ടോ, ചിലന്തിയാണ് കേട്ടോ. വെട്ടും തോറും വളരും ഞാൻ, വെട്ടും തോറും വളരും ഞാൻ. എന്താണ്? മിസ് ഇപ്പോൾ ഇവിടെ ഒരു എന്താ പറയാ
ഇത് കാണിച്ചു തന്നു, ഒരു ക്ലൂ കാണിച്ചു തന്നു. വെട്ടും തോറും വളരും ഞാൻ, വെട്ടും തോറും വളരും ഞാൻ. എന്താണ്? എന്തായിരിക്കും? മിസ്സിന്റെ ആട്ടം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താന്നുള്ളത്? എടാ മുടിയടാ, മുടി, തലമുടി. മിസ് കൊറേ ഇങ്ങനെ ആട്ടിയില്ലേ. എന്താണ്? വെട്ടും തോറും വളരുന്നത് എന്താണ്? തലമുടിയാണ് കേട്ടോ. അപ്പൊ നമ്മള് കൊറേ കടങ്കഥ പഠിച്ചില്ലേ? കുറേ 10ഓളം കടങ്കഥ നമ്മൾ പഠിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ പറഞ്ഞ കടങ്കഥയൊക്കെ? അപ്പൊ മക്കളെ ഒക്കെ ഓർമ്മിച്ച് വെച്ചോളൂ, നിങ്ങൾക്ക് ഉപകാരപ്രദമാവുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട കമന്റ്സ് രേഖപ്പെടുത്തുക. മിസ്സിന് ഇഷ്ടമാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് ഇട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഇതേപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം മക്കളെ. അതുവരേക്കും ബൈ.